നമ്മൾ ലീനിയർ ഓൾജിബ്ര ആൻഡ് കോംപ്ലക്സ് അനാലിസിസിൽ മൊഡ്യൂൾ 3 and 4 കോഷീസ് റെസിഡ്യൂ തിയറമാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കോഷീസ് റെസിഡ്യൂ തിയറം എന്ന് പറയുന്നതിന് മുന്നേ ഞാൻ ശരിക്കും നിങ്ങൾക്ക് റെസിഡ്യൂ എന്തുവാണെന്ന് പറഞ്ഞു തരണമായിരുന്നു. പക്ഷേ ഞാൻ കോഷീസ് റെസിഡ്യൂ തിയറം പറഞ്ഞിട്ടാണ് നിങ്ങൾക്ക് റെസിഡ്യൂ ഫൈൻഡ് ചെയ്യേണ്ട ഫോർമുല പറഞ്ഞു തരാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ കോഷീസ് റെസിഡ്യൂ തിയറം എന്ന് വേറൊന്നുമല്ല, എഫ് ഓഫ് ഇസഡ് എന്നൊരു അനലിറ്റിക് ഫംഗ്ഷനാണ്. ഒരു സിമ്പിൾ ക്ലോസ്ഡ് കർവ് സീനകത്ത്, ആ കർവിനകത്തുള്ള സിംഗുലർ പോയിൻറ്റ്സ് ആണ് Z1, Z2, എക്സെട്ര Zn എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആ എഫ് ഓഫ് ഇസഡ് എന്ന അനലിറ്റിക് ഫംഗ്ഷനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ആൻസർ 2πi ഇൻറ്റു സം ഓഫ് ദി റെസിഡ്യൂസ് ഇൻസൈഡ് സി. ആ കർവിനകത്ത് ഏതൊക്കെ പോയിന്റിലാണോ സിംഗുലർ പോയിന്റ് ഉണ്ടോ ആ സിംഗുലർ പോയിന്റ്സിനെല്ലാം റെസിഡ്യൂ ഫൈൻഡ് ചെയ്യണം. എന്നിട്ട് 2πi ഇൻറ്റു സം ഓഫ് ഈച്ച് റെസിഡ്യൂസ്, അതാണ് അതിൻ്റെ ഫോർമുല എന്ന് പറഞ്ഞാൽ. പ്രോബ്ലം ചെയ്യുമ്പോൾ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവും. അപ്പോൾ റെസിഡ്യൂ എങ്ങനെയാണ് ഫൈൻഡ് ചെയ്യണമെന്ന് പറഞ്ഞാൽ, റെസിഡ്യൂ ഓഫ് എഫ് ഓഫ് ഇസഡ് ഇസ് ഈക്വൽ ടു, നമുക്ക് പോൾ എന്താണെന്ന് അറിഞ്ഞാൽ റെസിഡ്യൂ പറയാൻ പറ്റത്തുള്ളൂ. അതായത് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഡിനോമിനേറ്ററിൽ ഒരു ഫംഗ്ഷൻ തന്നിരിക്കുന്നതിൻ്റെ ഡിനോമിനേറ്ററിൽ ഇതുപോലെ Z മൈനസ് എ Z മൈനസ് ബി ദ ഹോൾ സ്ക്വയർ Z മൈനസ് സി ദ ഹോൾ റൈസ് ടു 4 എന്നൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ആ ഫംഗ്ഷനെ സീറോക്ക് ഇക്വേറ്റ് ചെയ്യും. ഓക്കെ, സീറോക്ക് ഇക്വേറ്റ് ചെയ്യുമ്പോൾ നോക്കിക്കേ, ഓരോന്നിനെയും നമുക്ക് സീറോക്ക് ഇക്വേറ്റ് ചെയ്തൂടെ. Z മൈനസ് എ ഇസ് ഈക്വൽ ടു 0 എന്ന് ഇക്വേറ്റ് ചെയ്യാം. അടുത്തെന്താ, Z മൈനസ് ബി ദ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു 0 എന്ന് ഇക്വേറ്റ് ചെയ്യാം. അതേപോലെ തന്നെ Z മൈനസ് സി ദ ഹോൾ റൈസ് ടു 4 നമുക്ക് സീറോക്ക് ഇക്വേറ്റ് ചെയ്യാം. അപ്പം ഓരോന്നിനെയും സീറോക്ക് ഇക്വേറ്റ് ചെയ്യുമ്പോൾ ഇസഡിന് എ എന്നും ഇസഡിന് ബി എന്നും ഇസഡിന് സി എന്നും കിട്ടും. അപ്പോൾ ഈ Z മൈനസ് എ സീറോക്ക് ഇക്വേറ്റ് ചെയ്തപ്പോൾ Z മൈനസ് എയുടെ പവർ എന്തായിരുന്നു? 1 ആയിരുന്നു. അതുകൊണ്ടാണ് Z ഈക്വൽ ടു എ ഇസ് എ പോൾ ഓഫ് ഓർഡർ 1. പക്ഷെ നമ്മൾ ഇങ്ങനെയല്ല ഒരിക്കലും പറയുന്നത്, പോൾ ഓഫ് ഓർഡർ 1 എന്ന് പറയാറില്ല, പകരം പറയുന്ന പേരാണ് സിമ്പിൾ പോൾ. അതുപോലെ Z മൈനസ് ബി ദ ഹോൾ സ്ക്വയറിന് സീറോയ്ക്ക് ഇക്വേറ്റ് ചെയ്തപ്പോഴാണ് Z ഈക്വൽ ടു ബി കിട്ടി. അപ്പോൾ അതിൻ്റെ പവർ എന്താ അവിടെ? 2. അപ്പോൾ അതാണ് പോൾ ഓഫ് ഓർഡർ എന്ന് പറഞ്ഞ് എഴുതുന്നത്. പോൾ ഓഫ് ഓർഡർ ഈ പവർ ഏത് ഒരു ഫാക്ടർ, എത്ര ഫാക്ടേഴ്സ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. Z ഈക്വൽ ടു ബി കോമ ബി എന്നും രണ്ടെണ്ണം കിട്ടത്തില്ല, അതുകൊണ്ടാണ് പോൾ ഓഫ് ഓർഡർ 2. അല്ല, Z മൈനസ് സി ദ ഹോൾ റൈസ് ടു 4 സീറോയ്ക്ക് ഇക്വേറ്റ് ചെയ്യുമ്പോൾ Z ഈക്വൽ ടു സി കോമ സി കോമ സി കോമ സി എന്നതിന് 4 എണ്ണം ശരിക്കും നമ്മൾ കിട്ടുന്നത്. അപ്പോൾ അതാണ് Z ഈക്വൽ ടു സി, പോൾ ഓഫ് ഓർഡർ 4. ഓക്കെ, അപ്പോൾ ഈ പോളിനനുസരിച്ച് നമുക്ക് റെസിഡ്യൂ ഫൈൻഡ് ചെയ്യാൻ ഓരോ ഫോർമുലയുണ്ട്. സിമ്പിൾ പോൾ ആണെങ്കിൽ ഒരു ഫോർമുലയാണ്, ഗ്രേറ്റർ ദാൻ 1 ഓർഡർ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 1 വരുവാണെങ്കിൽ വേറൊരു ഫോർമുലയാണ്. അപ്പോൾ സിമ്പിൾ പോൾ ആയിരിക്കുമ്പോൾ ഉള്ള ഫോർമുലയാണ് ഇത് താഴെ എഴുതിയിരിക്കുന്നത്. റെസിഡ്യൂ ഓഫ് എഫ് ഓഫ് ഇസഡ് അറ്റ് ഇസഡ് ഇസ് ഈക്വൽ ടു എ എന്ന് പറയുന്നത്, എ എന്ന് പറയുന്ന സിമ്പിൾ പോൾ ആണെങ്കിൽ ലിമിറ്റ് ഇസഡ് ടെൻസ് ടു എ Z മൈനസ് എ ഇൻറ്റു എഫ് ഓഫ് ഇസഡ്. ക്വസ്റ്റിന് തന്നിരിക്കുന്ന ഇൻ്റഗ്രലിനകത്തുള്ള ഈ ഫംഗ്ഷനാണ് എഫ് ഓഫ് ഇസഡ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് ആ പോൾ എവിടുന്നാണ് കിട്ടുന്നത്? ഡിനോമിനേറ്ററിന് സീറോക്ക് ഇക്വേറ്റ് ചെയ്യുമ്പോഴാണ് പോൾ കിട്ടുന്നത്. ഇഫ് ഇസഡ് ഈക്വൽ ടു എ പോൾ ഓഫ് ഓർഡർ n ആണെങ്കിൽ, ഓർഡർ കൂടുതലാണെങ്കിൽ, ഇത് പോൾ ഓഫ് ഓർഡർ 2 ആണ്, 3, 4 എന്നൊക്കെ വരുന്ന കേസിലാണെങ്കിൽ റെസിഡ്യൂ ഫൈൻഡ് ചെയ്യേണ്ട ഫോർമുല ഇത് എങ്ങനെയാണ് വായിക്കേണ്ടത്? Residue of f of z at z is equal to a is equal to 1 by n minus 1 factorial into limit z tends to a z minus a the whole raised to n into f of z. ഇങ്ങനെ ഇത് വായിക്കേണ്ടത്. പോൾ ഓഫ് ഓർഡർ 4 വരുന്ന കേസിൽ ഇത് എങ്ങനെയായിരിക്കും എഴുതുന്നത്? 1 by 4 minus 1 that is 1 by 3 factorial limit z tends to a z minus a the whole raised to 4 into f of z എന്ന് വരും. ഇതൊന്നും അല്ലാണ്ട് വേറൊരു രീതിയിലും കൂടെ പോൾ നമുക്ക് റെസിഡ്യൂ ഫൈൻഡ് ചെയ്യാം. അതെങ്ങനെയാണെന്ന് പറഞ്ഞാൽ, നമ്മുടെ തന്നിരിക്കുന്ന ഫംഗ്ഷൻ ഡിനോമിനേറ്റർ ഇതുപോലെ പോളിനോമിയൽ അല്ലാതെ h of z by g of z ഫോം വന്നു എന്ന് വെച്ചോളൂ. അതിനാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ക്വസ്റ്റ്യൻ നമുക്ക് എപ്പോഴും ചോദിക്കാറുള്ളത്. ഒരു tan z dz എന്നൊരു ക്വസ്റ്റ്യൻ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ എപ്പോഴും ചോദിക്കാറുണ്ട് കോഷീസ് റെസിഡ്യൂ തിയറത്തിൽ. അപ്പോൾ നമ്മൾ ആ tan z-നെ sin z ബൈ കോസ് z എന്ന് എഴുതുന്നത്. ഇപ്പം ഇതിൻ്റെ ഡിനോമിനേറ്റർ ഇതുപോലെയാണോ? പോളിനോമിയലാണോ? അല്ല. അപ്പോൾ ഇങ്ങനത്തെ ഫോമിൽ എഫ് ഓഫ് ഇസഡ് വരുന്ന കേസിൽ റെസിഡ്യൂ ഫൈൻഡ് ചെയ്യേണ്ട ഫോമുല എന്ന് പറഞ്ഞാൽ, റെസിഡ്യൂ ഓഫ് എഫ് ഓഫ് ഇസഡ് അറ്റ് ഇസഡ് ഈക്വൽ ടു എ ഇസ് ഈക്വൽ ടു എച്ച് ഓഫ് എ ബൈ ജി ഡാഷ് ഓഫ് എ. എന്ന് പറയുന്ന പോൾ തന്നിട്ടുണ്ടാവാം, അല്ലെങ്കിൽ നമ്മൾ ഫൈൻഡ് ചെയ്യണതാവാം. അപ്പം ന്യൂമറേറ്ററിൽ എ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം ഇസഡിന് പകരം, ഡിനോമിനേറ്ററിൽ ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് അതിൽ ആ പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഇങ്ങനെയാണ് ആ ഫോമുല. ഇതേപോലെ തന്നെ ഞാൻ നിങ്ങൾക്ക് സിംഗിളാരിറ്റി പറഞ്ഞു തന്നപ്പോൾ ഞാൻ പറഞ്ഞു റെസിഡ്യൂ ഫൈൻഡ് ചെയ്യാൻ റെസിഡ്യൂ ഇസ് ഈക്വൽ നമ്മൾ എക്സ്പാൻഡ് ചെയ്തിട്ടേ 1 കോയിഫിഷ്യൻ്റ് ഓഫ് 1 by z എന്നൊരു ഫോമുല കൂടെ ഉണ്ട്. അത് ചില സമയത്ത് നമുക്ക് യൂസ് ചെയ്യേണ്ടി വരും കേട്ടോ. അത് ഞാൻ ആ സിംഗുലാരിറ്റിയുടെ കേസിൽ പറഞ്ഞതുകൊണ്ടാണ് ഇപ്പം പറയാൻ വിട്ടുപോയത്. ഇപ്പോൾ അത് അതും ഓർമ്മിപ്പിച്ചു. അപ്പോൾ റെസിഡ്യൂ ഫൈൻഡ് ചെയ്യാൻ ഇങ്ങനെ ഇവിടെ ഒരു ഫോമുല ഉണ്ട്. ചിലപ്പോൾ നമുക്ക് ചില സൈൻ z എന്നോ അങ്ങനെ എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ തന്നിട്ട് തന്നെ റെസിഡ്യൂ ഫൈൻഡ് ചെയ്യാൻ പറഞ്ഞാൽ എക്സ്പാൻഡ് ചെയ്തിട്ട് 1 by z സൈൻ 1 by z ആണ് ചോദിക്കുന്നതെങ്കിൽ എക്സ്പാൻഡ് ചെയ്യുക. അവിടെ 1 by z കോയിഫിഷ്യൻ്റ് എന്താണോ അതിനെയാണ് നമ്മൾ റെസിഡ്യൂ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെയും നമുക്ക് വേണമെങ്കിൽ എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിക്കാം. അപ്പോൾ ഇത്രയാണ് നമ്മുടെ നമുക്ക് ശരിക്കും ഇതിൽ കുറേ പ്രോബ്ലം ചെയ്തിട്ടാണ് കോഷീസ് റെസിഡ്യൂ തിയറം പറയേണ്ടത്. പക്ഷെ നമുക്ക് ഈ റെസിഡ്യൂ എന്ന് പറയുന്ന സാധനം കോഷീസ് റെസിഡ്യൂ തിയറത്തിനകത്ത് ഓട്ടോമാറ്റിക്കായിട്ട് വന്നോളൂ. അപ്പോൾ നമ്മൾ ഒന്നിച്ചങ്ങ് പ്രോബ്ലം ചെയ്യുവാണ്. ഈ ഒരു ഇൻ്റഗ്രേഷൻ്റെ ക്വസ്റ്റിനകത്ത് വെറുതെ ഇവാലുവേറ്റ് ഒന്ന് മാത്രമാണ് ചോദിക്കണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ കോഷീസ് റെസിഡ്യൂ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ കോഷീസ് എന്തുവാ ഇൻ്റഗ്രൽ ഫോമുല യൂസ് ചെയ്യാം. നമ്മൾ കോഷീസ് ഇൻ്റഗ്രൽ ഫോമുല ആദ്യം പഠിച്ചില്ലേ, ആ ഫോമുല യൂസ് ചെയ്ത് ചെയ്യാം, അല്ലെങ്കിൽ കോഷീസ് റെസിഡ്യൂ തിയറം യൂസ് ചെയ്തും ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു ഫോമുല യൂസ് ചെയ്തപ്പോൾ ചെയ്തോളണം. ഓക്കെ.
ഒന്നും പറയാണ്ടിരുന്നാൽ. പക്ഷേ മെൻഷൻ ചെയ്തിട്ടുണ്ട് കോഷീസ് ഇന്റഗ്രൽ ഫോർമുല എന്ന് പറഞ്ഞാൽ കോഷീസ് ഇന്റഗ്രൽ ഫോർമുല തന്നെ യൂസ് ചെയ്യണം. കോഷീസ് ഇന്റഗ്രൽ ഫോർമുല എന്തുവായിരുന്നു? ഇന്റഗ്രൽ ഓവർ സി എഫ് ഓഫ് ഇസെഡ് ബൈ ഇസെഡ് മൈനസ് എ ഇസ് ഈക്വൽ ടു 2πi ഇൻറ്റു എഫ് ഓഫ് എ ലൈസ് ഇൻസൈഡ് സി ആയിരിക്കണം, അല്ലെങ്കിൽ 0 ആയിരിക്കണം. അവിടെ ഡിനോമിനേറ്ററിൽ പവർ കൂടുതലാണെങ്കിൽ വേറൊരു ഫോർമുല, ഡിനോമിനേറ്ററിൽ കൂടുതൽ ഫാക്ടേഴ്സ് വരുവാണെങ്കിൽ പാർഷ്യൽ ഫ്രാക്ഷൻ യൂസ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ കുറേ പ്രോബ്ലംസ് ചെയ്ത് കാണിച്ചിരുന്നില്ലേ? അപ്പോൾ ഒന്നുകിൽ ആ മെത്തേഡ് അല്ലെങ്കിൽ കോഷീസ് റെസിഡ്യൂ തിയറം ഇന്റഗ്രേഷൻ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഓർക്കേണ്ട കാര്യം, ക്വസ്റ്റ്യന് പ്രത്യേകം മെൻഷൻ ചെയ്താൽ നമുക്ക് ആ മെത്തേഡ് തന്നെ യൂസ് ചെയ്യണം. ഒന്നും പറയാണ്ട് ചോദിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഈ മെത്തേഡിൽ ഏതാണോ ഈസി അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്യുവാണ്, ഇവാലുവേറ്റ് ഇന്റഗ്രൽ ഓവർ സി ഇസെഡ് ബൈ ഇസെഡ് മൈനസ് 4 ഡി ഇസെഡ് where C is the circle. First one mod z equal to 1 and second one mod z equal to 3. അപ്പോൾ ഈ ക്വസ്റ്റിനകത്ത് ഇവാലുവേറ്റ് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, കോഷീസ് റെസിഡ്യൂ എന്നോ കോഷീസ് ഇൻ്റഗ്രൽ എന്നോ ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ പരീക്ഷയ്ക്ക് നമ്മുടെ ഇഷ്ടത്തിന് ചെയ്യാമേ. ഇപ്പോൾ കോഷീസ് റെസിഡ്യൂ അനുസരിച്ചിട്ട് ഇൻ്റഗ്രൽ യൂസ് ചെയ്തിട്ടാണ് നിങ്ങൾ എന്ത് ചെയ്യും, ഡിനോമിനേറ്ററിനെ 0ക്ക് ഇക്വേറ്റ് ചെയ്യുമ്പോൾ ഇസഡ് ഈക്വൽ ടു 2 ഇസഡ് ഈക്വൽ ടു 4 കിട്ടും. ഈ തന്നിട്ടുള്ള പോയിൻറ്റ് അകത്താണോ എന്ന് നോക്കും. എന്നിട്ട് അകത്താണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, നമുക്ക് ആ ഫോമുല യൂസ് ചെയ്ത് ചെയ്യാൻ പറ്റും. പക്ഷെ നമ്മളിവിടെ ഇപ്പം കോഷീസ് റെസിഡ്യൂ പഠിപ്പിച്ചത് കാരണം ഞാൻ കോഷീസ് റെസിഡ്യൂ യൂസ് ചെയ്താൽ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ഫൈൻഡ് ചെയ്താലേ പറ്റത്തുള്ളൂ, റെസിഡ്യൂ കണ്ടുപിടിച്ചാൽ മാത്രമേ നമുക്ക് കോഷീസ് ഇൻ്റഗ്രൽ തിയറി യൂസ് ചെയ്ത് പിന്നെ ഇൻ്റഗ്രേഷൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ റെസിഡ്യൂ ഫൈൻഡ് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്ത് വേണം, പോൾ വേണം. പോൾ ഫൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡിനോമിനേറ്ററിനെ z-4 ഇൻറ്റു z-2നെ 0ക്ക് ഇക്വേറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഇവിടെ ഇസഡ് ഇസ് ഈക്വൽ ടു 2 എന്നും 4 എന്നും കിട്ടും. രണ്ടിടത്ത് ഇസഡിൻ്റെ പവർ 1 ആയിരുന്നില്ലേ? സോ ഇസഡ് ഈക്വൽ ടു 2,4 ആർ സിമ്പിൾ പോൾസ്. ഓക്കെ, രണ്ടും സിമ്പിൾ പോൾസ് ആണ്. ഇനി നമുക്ക് നോക്കേണ്ട ഓരോ കർവായിട്ട് എടുക്കണം. ഈ കർവിനകത്താണോ പുറത്താണോ നോക്കണം. കർവിനകത്താണെങ്കിൽ മാത്രം നമ്മൾ എന്ത് ചെയ്താൽ മതി, റെസിഡ്യൂ ഫൈൻഡ് ചെയ്താൽ മതി. നമ്മുടെ ഫോമുല എങ്ങനെയായിരുന്നു, 2πi ഇൻറ്റു സം ഓഫ് ദി റെസിഡ്യൂ ഇൻസൈഡ് സി. അപ്പോൾ ഇവിടുത്തെ കർവാണ് മോഡ് ഇസഡ് ഈക്വൽ ടു 1, ഫസ്റ്റ് കർവ്. സോ നമ്മളത് എഴുതുവാണ്, ഫസ്റ്റ് കർവ് എഴുതുവാണ്, മോഡ് ഇസഡ് ഇസ് ഈക്വൽ ടു 1. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ, സർക്കിൾ വിത്ത് സെൻറ്റർ 0 0 അതിൻ്റെ റേഡിയസ് 1 എന്നാണ്. നമ്മൾ കോഷീസ് ചെയ്തതുപോലെ തന്നെ ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വെക്കുകയാണ്. വെൻ ഇസഡ് ഇസ് ഈക്വൽ ടു 2, മോഡ് ഇസഡ് ഇസ് ഈക്വൽ ടു എന്താവും, മോഡുലസ് ഓഫ് 2 ആവും. മോഡുലസ് ഓഫ് 2 എന്ന് പറഞ്ഞാൽ എന്താ, റൂട്ട് ഓഫ് 2 സ്ക്വയർ ദറ്റ് ഈസ് 4. റൂട്ട് 4 എന്ന് പറഞ്ഞാൽ എന്താണ്, 2 തന്നെയാണ്, വിച്ച് ഈസ് ഗ്രേറ്റർ ദാൻ 1. അപ്പോൾ ഞാൻ അവിടെ പറഞ്ഞു തന്നിട്ടില്ലേ, റേഡിയസിനേക്കാളും വലിയ ക്വാണ്ടിറ്റിയാണ് കിട്ടുന്നതെങ്കിൽ ഇസഡ് ഈക്വൽ ടു 2 ലൈസ് ഔട്ട്സൈഡ് സി. കോഷീസ് ഇൻ്റഗ്രലിനകത്ത് നമ്മൾ ചെയ്തതാണ്. കാരണം ഇത് എന്തുകൊണ്ടാണ് മോഡ് ഇസഡിന് ഇങ്ങനെ എഴുതാൻ കാരണം, മോഡ് ഇസഡ് എന്ന് പറഞ്ഞാൽ എക്സ് പ്ലസ് ഐ വൈ ആണ്. മോഡുലസ് ഓഫ് എക്സ് പ്ലസ് ഐ വൈ എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആണ്. അതുകൊണ്ടാണ് മോഡുലസിനകത്ത് വരുന്ന വാല്യൂവിൻ്റെ റൂട്ട് നമ്മളിങ്ങനെ എഴുതുന്നത്. ഇനി അടുത്ത് വെൻ ഇസഡ് ഇസ് ഈക്വൽ ടു 4 കൊടുക്കുമ്പം 2 അകത്തല്ലെങ്കിൽ പിന്നെ 4 എങ്ങനെ അകത്താവുക, മോഡ് ഇസഡ് ഇസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് 4 വിച്ച് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 16 ദറ്റ് ഈസ് ഈക്വൽ ടു 4. ദറ്റ് ഈസ് ഓൾസോ ഗ്രേറ്റർ ദാൻ റേഡിയസ്. 1 എന്ന് പറഞ്ഞാൽ റേഡിയസ് ആണ്. അപ്പോൾ അതിനേക്കാളും ഈ മോഡ് ഇസഡ് ഈക്വൽ ടു 1 1 അതിനേക്കാളും വലുതാണ് ഈ കിട്ടിയ വാല്യൂ. അപ്പോൾ ഇസഡ് ഈക്വൽ ടു 4 എന്ത് തന്നെയാണ്, ലൈസ് ഔട്ട്സൈഡ് ആണ്. പക്ഷേ നമ്മുടെ കോഷീസ് റെസിഡ്യൂ തിയറം പറയുന്നത് എന്തുവാണ്, ബൈ കോഷീസ് റെസിഡ്യൂ തിയറം ഇന്റഗ്രൽ ഓവർ സി എഫ് ഓഫ് ഇസഡ് ഡി ഇസഡ് എന്ന് പറഞ്ഞാൽ 2πi ഇൻറ്റു സം ഓഫ് റെസിഡ്യൂ ഇൻസൈഡ് സി, സം ഓഫ് ദ റെസിഡ്യൂ ഇൻസൈഡ് സി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കർവിനകത്തുള്ള ആൾക്കാരുടെ മാത്രം റെസിഡ്യൂ ഫൈൻഡ് ചെയ്ത് മതി എന്നാണ്. ഇവിടെ 2 പോയിന്റും പോളും എന്തല്ല, കർവിനകത്തല്ല. അപ്പോൾ ഇൻ്റഗ്രലിൻ്റെ ആൻസർ എന്തുവാ, ഈ കേസിനകത്ത് മോഡ് ഇസഡ് ഈക്വൽ ടു 1 എന്നുള്ള കേസിനകത്ത് ദെയർഫോർ ഇന്റഗ്രൽ ഓവർ സി ഇസഡ് ബൈ ഇസഡ് മൈനസ് 4 ഇൻറ്റു ഇസഡ് മൈനസ് 2 ഡി ഇസഡ് ഇസ് ഈക്വൽ ടു 0. കാരണം ഒരു പോയിന്റ് പോലും അകത്തല്ല. അപ്പോൾ ആദ്യത്തെ പ്രോബ്ലത്തിൻ്റെ ആൻസറായി. ഇനി നമുക്ക് രണ്ടാമത്തെ പ്രോബ്ലം എടുക്കാം. രണ്ടാമത്തെ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ എന്തുവാണ്, വെൻ മോഡ് ഇസഡ് ഇസ് ഈക്വൽ ടു 3 എന്നാണ് തന്നിരിക്കുന്നത്. അതായത് റേഡിയസ് 3 ഉള്ള സർക്കിൾ എന്നാണ് തന്നിരിക്കുന്നത്. അപ്പോൾ അവിടെ ഡിനോമിനേറ്റർ നമുക്ക് ഇതുപോലെ കൊടുത്തു നോക്കാം, 2ഉം 4ഉം കൊടുത്തു നോക്കാം. വെൻ ഇസഡ് ഇസ് ഈക്വൽ ടു 2, ആദ്യത്തെ പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ മോഡ് ഇസഡ് എന്ന് പറയുന്നത് ഇവിടുത്തെ പോലെ തന്നെ മോഡുലസ് ഓഫ് 2 ആവും. 2 എന്ന് പറഞ്ഞാൽ റൂട്ട് 4 ആണ്, ദറ്റ് ഈസ് 2 വിച്ച് ഈസ് ലെസ് ദാൻ 3. ലെസ് ദാൻ വന്നാൽ അതിൻ്റെ അർത്ഥം എന്തെന്നാ, ദെയർഫോർ ഇസഡ് ഈക്വൽ ടു 2 ലൈസ് ഇൻസൈഡ് സി. ഓക്കെ, അടുത്ത വെൻ ഇസഡ് ഇസ് ഈക്വൽ ടു 4 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുകയാണ്. ഇസഡ് ഈക്വൽ ടു 4 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ മോഡ് ഇസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് 4 വിച്ച് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 16. റൂട്ട് 16 എന്ന് പറഞ്ഞാൽ എന്താണ്, 4 ആണ്, വിച്ച് ഈസ് ഗ്രേറ്റർ ദാൻ 3. അപ്പോൾ റേഡിയസിനേക്കാളും വലുതാണെങ്കിൽ അതെന്തുവാണ്, ഇസഡ് ഈക്വൽ ടു 4 എന്ന് പറയുന്നത് ലൈസ് ഔട്ട്സൈഡ് സി ആണ്.
കർവിൻ്റെ പുറത്താണ്. അപ്പോൾ ഒരു പോയിന്റ് മാത്രമേ കർവിൻ്റെ അകത്തുള്ളൂ. ഏത് പോയിന്റാണോ കർവിനകത്തുള്ള അയാളുടെ റെസിഡ്യൂ ഫൈൻഡ് ചെയ്യണം. സോ നമ്മൾ റെസിഡ്യൂ ഫൈൻഡ് ചെയ്യാൻ പോകുന്നത് റെസിഡ്യൂ ഓഫ് എഫ് ഓഫ് ഇസെഡ് അറ്റ് ഇസെഡ് ഇസ് ഈക്വൽ ടു 4. അപ്പോൾ ഇസെഡ് ഈക്വൽ ടു എ എന്ന് പറയുന്നത് ഇപ്പോൾ എന്താ 4 എന്ന് പറഞ്ഞാൽ സിമ്പിൾ പോളാണ്. റെസിഡ്യൂ ഓഫ് എഫ് ഓഫ് ഇസെഡ് അറ്റ് ഇസെഡ് ഈക്വൽ ടു എ സിമ്പിൾ പോളാണെങ്കിലുള്ള ഫോർമുല എന്തുവാ? ലിമിറ്റ് ഇസെഡ് ടെൻസ് ടു എ ഇസെഡ് മൈനസ് എ ഇൻറ്റു എഫ് ഓഫ് ഇസെഡ്. ഇതാണ് നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്ന ഫോർമുല റെസിഡ്യൂ ഫൈൻഡ് ചെയ്യാൻ സിമ്പിൾ പോളിനകത്താണെങ്കിൽ. അപ്പോൾ നമ്മൾ ആദ്യം ആ ഫോർമുല എഴുതി വെച്ചു. ഓക്കെ, ആ ഫോർമുലയ്ക്കകത്ത് നമുക്ക് 4 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. നമുക്കിവിടെ ഫൈൻഡ് ചെയ്യേണ്ടതാണ് റെസിഡ്യൂ ഓഫ് എഫ് ഓഫ് ഇസെഡ് അറ്റ് ഇസെഡ് ഇസ് ഈക്വൽ ടു 4. എ എന്ന് പറയുന്നത് നമുക്കിവിടെ 4 ആണ്. അപ്പോൾ നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ദറ്റ് ഇസ് ഈക്വൽ ടു ലിമിറ്റ് ഇസെഡ് ടെൻസ് ടു 4 ഇസെഡ് മൈനസ് 4 ഇൻറ്റു എഫ് ഓഫ് ഇസെഡ്. എഫ് ഓഫ് ഇസെഡ് എന്ന് പറഞ്ഞാൽ ഇൻ്റഗ്രലിനകത്തുള്ള ഫംഗ്ഷന് മൊത്തത്തിന് എഫ് ഓഫ് ഇസെഡ് എന്ന് പറയുന്നത്. ഇവിടെ ഇൻ്റഗ്രലിനകത്തുള്ള ഫംഗ്ഷൻ എന്തുവാണ്? ഇസെഡ് ബൈ ഇസെഡ് മൈനസ് 4 ഇൻറ്റു ഇസെഡ് മൈനസ് 2. എപ്പോഴും നമ്മൾ ഏത് പോയിന്റിനാണോ ഏത് പോളിനാണോ ഫൈൻഡ് ചെയ്യുന്നത് അതങ്ങ് കട്ടായി പോകും കേട്ടോ. ഇവിടെ അതുപോലെ കട്ടായി പോകുന്നത് കേട്ടോ. ഇനി ബാക്കിയുള്ള ഇസെറ്റ് നമ്മൾ ഈ 4 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം ഇത് 4/4 മൈനസ് 2 എന്ന് വരും. ദറ്റ് ഇസ് ഈക്വൽ ടു 4/2. 4/2 എന്ന് പറഞ്ഞാൽ എന്തുവാണ്? 2 ആണ്. അപ്പോൾ നമ്മുടെ ആൻസർ കിട്ടിയില്ലേ? So this is equal to okay, z equal to 4 lies outside C ആയിരുന്നല്ലേ ഞാൻ ശ്രദ്ധിക്കാൻ. z equal to 4 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്ക് ഇൻസൈഡ് ആയിട്ടുള്ള പോയിന്റ് മാത്രമാണ് റെസിഡ്യൂ ഫൈൻഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഇൻസൈഡ് പോയിന്റ് എന്താ? z equal to 2 ആണ്. അപ്പോൾ ഇവിടെ z മൈനസ് 2 എന്ന് വരുമ്പോൾ z മൈനസ് 4 ഇൻറ്റു z മൈനസ് 2. z മൈനസ് 2 ആണ് ക്യാൻസൽ ആയി പോണത്. ഇനി zന് 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇത് 2/2 മൈനസ് 4. ഓക്കെ, 2 മൈനസ് 4 എന്ന് പറഞ്ഞാൽ എന്താ? 2/2 മൈനസ് 4 ഈസ് മൈനസ് 2. അപ്പോൾ 2/-2 എന്ന് പറഞ്ഞാൽ -1 എന്നാണ് നമുക്ക് ഇതിൻ്റെ ആൻസർ വരുന്നത്. അപ്പോൾ റെസിഡ്യൂ ഫൈൻഡ് ചെയ്തു. ഇസെഡ് ഈക്വൽ ടു 4 ഔട്ട്സൈഡ് ആയതുകൊണ്ട് ആ പോയിന്റ് നമ്മൾ റെസിഡ്യൂ ഫൈൻഡ് ചെയ്യുന്നില്ല. അപ്പോൾ ഇനി അടുത്ത് ഈ ഫോമിലേക്ക് കൊടുക്കുവാണേ. ദെയർഫോർ ഇൻ്റഗ്രൽ ഓവർ C ഇസെഡ് ബൈ ഇസെഡ് മൈനസ് 4 ഇൻറ്റു ഇസെഡ് മൈനസ് 2 dz ഇസ് ഈക്വൽ ടു 2πi ഇൻറ്റു സം ഓഫ് ദ റെസിഡ്യൂ ഇൻസൈഡ് C. ഇൻസൈഡ് C എന്ന് പറഞ്ഞാൽ 2 ആണ്. 2ൽ കണ്ടുപിടിച്ചതാണ് ഇത് കിടക്കുന്ന ആൻസർ -1. സോ ആൻസർ എന്ത് കിട്ടി? -2πi എന്ന് കിട്ടി. ഓക്കെ, നമ്മൾ ആ മെത്തേഡ് മനസ്സിലാക്കിയിട്ട് നമുക്ക് എക്സാമിന് എങ്ങനത്തെ ക്വസ്റ്റ്യൻ വേണമെന്ന് ചോദിക്കാം. ഞാനിപ്പോൾ ആ മെത്തേഡ് മാത്രമാണ് നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറയുന്നത്. ഈ ക്വസ്റ്റ്യനോ അല്ലെങ്കിൽ വേറെ ഏത് ക്വസ്റ്റ്യൻ വേണമെങ്കിൽ നമുക്ക് ഇതുപോലെ ചോദിക്കാവുന്നതേ ഉള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. ഞാൻ ക്വസ്റ്റ്യൻ ഫുൾ എഴുതുന്നില്ല, ഞാൻ ഇൻ്റഗ്രൽ മാത്രമേ എഴുതുന്നുള്ളൂ. ഇവാലുവേറ്റ് ഇൻ്റഗ്രൽ ഓവർ C dz by z cube into z minus 1 where C is mod z is equal to 2. നോക്കാവൂ, നമുക്ക് നോക്കിയാൽ ഡിനോമിനേറ്റർ 0ക്ക് ഇക്വേറ്റ് ചെയ്യുമ്പോൾ z ക്യൂബ് ഇൻറ്റു z മൈനസ് 1 ഇസ് ഈക്വൽ ടു 0. ഞാനിപ്പോൾ ഇൻ്റഗ്രലിനകത്താണ് തന്നതെങ്കിൽ നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ എക്സാം ചോദിക്കാറുണ്ട്. ഫൈൻഡ് ദ റെസിഡ്യൂ ഓഫ് എന്ന് മാത്രം ഒരു എഫ് ഓഫ് ഇസെഡ് എന്നൊരു ഫംഗ്ഷൻ തന്നിട്ട് ഇതുപോലെ ലിമിറ്റ് തന്നിട്ട് അപ്പോൾ ഇൻ്റഗ്രേഷൻ കോഷീസ് റെസിഡ്യൂ തിയറം എന്ന് പറഞ്ഞിട്ട് അവസാനത്തെ ഇൻ്റഗ്രേഷൻ്റെ ഫോർമുല കൊടുക്കേണ്ട, ബാക്കിയെല്ലാം ഫൈൻഡ് ചെയ്യണം. അപ്പോൾ ഈ ഇൻ്റഗ്രൽ ഇല്ലാണ്ട് ഫൈൻഡ് ദ റെസിഡ്യൂ എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് തുടങ്ങിയാൽ മതി. കോഷീസ് റെസിഡ്യൂ തിയറം യൂസ് ചെയ്യേണ്ട. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിക്കാവേ. ഓക്കെ, നമ്മൾ പോൾ ഫൈൻഡ് ചെയ്യാൻ പോകണം. ഡിനോമിനേറ്റർ 0ക്ക് ഇക്വേറ്റ് ചെയ്തു. z ക്യൂബിൻ ഈക്വൽ ടു 0 എന്നും വന്നു, z മൈനസ് 1 ഈക്വൽ ടു 0 എന്നും വന്നു. അപ്പോൾ z ഈക്വൽ ടു 0യും കിട്ടി, z ഈക്വൽ ടു 1ഉം കിട്ടി. അതിൽ z ഈക്വൽ ടു 0 എന്ന് പറയുന്നത് z ക്യൂബിനെ 0ക്ക് ഇക്വേറ്റ് ചെയ്തപ്പോൾ കിട്ടിയതല്ലേ. അതായത് z മൈനസ് 0 ദ ഹോൾ ക്യൂബിനെ 0ക്ക് ഇക്വേറ്റ് ചെയ്തപ്പം. സോ z ഈക്വൽ ടു 0 എന്ന് പറയുന്ന പോൾ ഓഫ് ഓർഡർ എന്തുവാണ്? 3 ആണ്. അപ്പോൾ z ഈക്വൽ ടു 1 എന്ന് പറയുന്ന പോൾ ഓഫ് ഓർഡർ 1 തന്നെയാണ്. അപ്പോൾ അതിന് നമ്മൾ സിമ്പിൾ പോൾ എന്ന് വിളിക്കുന്നു. കാരണം z മൈനസ് 1ൻ്റെ പവർ എന്താ? 1. അപ്പോൾ അതിൻ്റെ പേര് സിമ്പിൾ പോൾ. നമുക്കിനി എന്താ നോക്കേണ്ടത്? ഈ 0യും 1ഉം കർവിനകത്താണോ എന്ന് കാണുമ്പോൾ തന്നെ അറിയാം. 2വിനേക്കാളും ചെറിയ വാല്യൂ ആണ് ഇത് രണ്ട്. അതുകൊണ്ട് എന്താണ്? കർവിനകത്തുള്ള പോയിൻ്റാണ്. അപ്പോൾ ഡയറക്റ്റ് ആയിട്ട് വേണമെങ്കിൽ എഴുതിക്കോളൂ. z ഈക്വൽ ടു 0,1 ലൈസ് ഇൻസൈഡ് C. വേണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചെക്ക് ചെയ്ത് നോക്കാം. മോഡ് സെറ്റിന് 0 കൊടുത്ത് നോക്കുമ്പോൾ 0 തന്നെയാണ്, വിച്ച് ഈസ് ലെസ് ദാൻ 2. ഈ സെറ്റിന് 1 കൊടുക്കുമ്പോൾ 1 തന്നെയാണ്, ദാറ്റ് ഈസ് ഓൾസോ ലെസ് ദാൻ 2. അപ്പോൾ എന്തുവാണ്? രണ്ടും ഇൻസൈഡ് C ആണ്, കർവിനകത്താണ്. അപ്പോൾ രണ്ടിടത്തും പോൾ ഫൈൻഡ് ചെയ്യണം, റെസിഡ്യൂ ഫൈൻഡ് ചെയ്യണം. നമ്മൾ ആദ്യം 0ക്ക് ഫൈൻഡ് ചെയ്യണേ. അറ്റ് z ഇസ് ഈക്വൽ ടു 0യിൽ റെസിഡ്യൂ ഫൈൻഡ് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമുക്കറിയാം ഹയർ ഓർഡർ വരുമ്പോഴുള്ള റെസിഡ്യൂ ഓഫ് എഫ് ഓഫ് z അറ്റ് z ഈക്വൽ ടു a. ഇഫ് a എന്ന് പറഞ്ഞാൽ പോൾ ഓഫ് ഓർഡർ 1 ആണെങ്കിൽ ഫോർമുല 1/n-1 ഫാക്ടോറിയൽ ഇൻറ്റു ലിമിറ്റ് z ടെൻസ് ടു a z മൈനസ് a ദ ഹോൾ പവർ n ഇൻറ്റു എഫ് ഓഫ് z. ഇതല്ലേ ഫോർമുല? ഈ ഫോർമുല അനുസരിച്ച് ദിസ് ഇസ് ഈക്വൽ ടു നമ്മുടെ ഈ ക്വസ്റ്റ്യൻ എന്തുവായിരുന്നു? റെസിഡ്യൂ ഓഫ് എഫ് ഓഫ് z at z is equal to 0. 0 എന്ന് പറഞ്ഞാൽ പോൾ ഓഫ് ഓർഡർ എന്തുവാണ്? പോൾ ഓഫ് ഓർഡർ 3 ആണ്. അതായത് ഇവിടുത്തെ n is equal to 3. ഈ ഫോമിലേക്ക് കൊടുക്കുമ്പോൾ 1/3 മൈനസ് 1 ഫാക്ടോറിയൽ ലിമിറ്റ് z ടെൻസ് ടു 0 z മൈനസ് 0 ദ ഹോൾ ക്യൂബ് ഇൻറ്റു എഫ് ഓഫ് z എന്ന ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള ഫംഗ്ഷൻ dz ബൈ എന്ന് എഴുതണ്ട, 1/n
ഇസെഡ് ക്യൂബ് ഇൻറ്റു ഇസെഡ് മൈനസ് 1. ഇപ്പോൾ നോക്കിക്കേ, ഇസെഡ് ക്യൂബും ക്യാൻസലായി പോയി. 1/3 - 1 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ എന്തുവാണ്? ഫോമിലേക്കകത്ത് ഞാനൊരു കാര്യം വിട്ടുപോയിരുന്നേ, ഇപ്പോഴാണ് ഞാനത് ശ്രദ്ധിച്ചത്. ലിമിറ്റ് ഇസെഡ് ടെൻസ് ടു എ ഡി പവർ n മൈനസ് 1 ബൈ ഡി പവർ n മൈനസ് 1 ബൈ ഡി ഇസെഡ് പവർ n മൈനസ് 1 എന്നൊരു ടേം കൂടെ ഫോമിലേക്കകത്തുണ്ടായിരുന്നു. അത് ഞാൻ നേരത്തെ പറഞ്ഞപ്പോഴേ വിട്ടുപോയി. ഇവിടെ എഴുതാം ഫോമുല ഡി പവർ n മൈനസ് 1 ബൈ ഡി ഇസെഡ് റൈസ് ടു n മൈനസ് 1. അപ്പോൾ ഇവിടെ പോൾ ഓഫ് ഓർഡർ 3 ആയത് കാരണം ഡി സ്ക്വയർ ബൈ ഡി ഇസെഡ് സ്ക്വയർ. ഓക്കെ, അപ്പോൾ അടുത്ത് എഴുതുമ്പോൾ ലിമിറ്റ് ഇസെഡ് ടെൻസ് ടു 0 ഡി സ്ക്വയർ ബൈ ഡി ഇസെഡ് സ്ക്വയർ 1 ബൈ ഇസെഡ് മൈനസ് 1 എന്ന് വന്നു. അത് ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ ലിമിറ്റ് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ 1 ബൈ ഇസെഡ് മൈനസ് 1നെ ഞാൻ ലിമിറ്റ് ഇസെഡ് ടെൻസ് ടു 0 ഡി സ്ക്വയർ ബൈ ഡി ഇസെഡ് സ്ക്വയർ ഓഫ്, അതുപോലെ 1/3 - 1 ഫാക്ടോറിയൽ എന്ന് എന്താ 1/2 ഫാക്ടോറിയലാണ്. 1/2 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 1/2 ആണ്. അപ്പോൾ അത് ഞാനിവിടെ ഫ്രണ്ടിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഡി സ്ക്വയർ ബൈ ഡി ഇസെഡ് സ്ക്വയർ ഓഫ് 1 ബൈ ഇസെഡ് മൈനസ് 1 ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ ന്യൂമറേറ്ററിൽ കൊണ്ടുപോയി ഇസെഡ് മൈനസ് 1 ഹോൾ റൈസ് ടു -1 എന്ന് എഴുതി. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/2 ഇൻറ്റു ലിമിറ്റ് ഇസെഡ് ടെൻസ് ടു 0 ഒരു പ്രാവശ്യം ഡിഫറൻഷ്യേറ്റ് ചെയ്യാണ്. ഇസെഡ് മൈനസ് 1 ഹോൾ റൈസ് ടു -1ൻ്റെ ഡെറിവേറ്റീവ് -1 ഇൻറ്റു ഇസെഡ് മൈനസ് 1 ഹോൾ റൈസ് ടു -2 ഇൻറ്റു ഇസെഡിൻ്റെ ഡെറിവേറ്റീവ് 1. ഓക്കെ, ഇനി അടുത്ത പ്രാവശ്യം ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. 1/2 ഇൻറ്റു ലിമിറ്റ് ഇസെഡ് ടെൻസ് ടു 0 ഒരു പ്രാവശ്യം കൂടി ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. -1 അവിടെ ഓൾറെഡി ഉണ്ട്. ഇസെഡ് മൈനസ് 1 ഹോൾ റൈസ് ടു -2ൻ്റെ ഡെറിവേറ്റീവ് -2 ഇൻറ്റു ഇസെഡ് മൈനസ് 1 ഹോൾ റൈസ് ടു -3. സോ ദിസ് ഈസ് ഈക്വൽ ടു 1/2 ഇൻറ്റു -1ഉം -2ഉം കൂടി എന്താണ് 2 ആവുകയാണ്. ഇസെഡിൻ്റെ സ്ഥാനത്ത് 0 വരുമ്പം ഇതെന്ത് വരും? 0 - 1 ദ ഹോൾ ക്യൂബ്. -1 ദ ഹോൾ ക്യൂബ് എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്? -1 തന്നെയാണ്. 2ഉം 2ഉം പോവും. ആൻസർ എന്ന് പറഞ്ഞാൽ -1 ആണ് നമുക്ക് കിട്ടുന്നത്. തീർന്നു റെസിഡ്യൂ? ഇല്ല. ഇനി നമുക്ക് ഏത് പോയിന്റിൽ കൂടെ ഫൈൻഡ് ചെയ്യണം? ഇസെഡ് ഈക്വൽ ടു 1 എന്നുള്ള പോയിന്റിൽ കൂടെ റെസിഡ്യൂ ഫൈൻഡ് ചെയ്യണം. സോ അറ്റ് ഇസെഡ് ഇസ് ഈക്വൽ ടു 1 സിമ്പിൾ പോളാണ്. ദെയർഫോർ റെസിഡ്യൂ ഓഫ് എഫ് ഓഫ് ഇസെഡ് അറ്റ് ഇസെഡ് ഇസ് ഈക്വൽ ടു 1 എന്ന് പറയുമ്പോൾ ഫോമുല എന്തുവാ? ലിമിറ്റ് ഇസെഡ് ടെൻസ് ടു 1 ഇസെഡ് മൈനസ് 1 ഇൻറ്റു എഫ് ഓഫ് ഇസെഡ്. അപ്പോൾ എഫ് ഓഫ് ഇസെഡ് എന്ന ക്വസ്റ്റ്യനിൽ എന്തുവാണ്? 1 ബൈ ഇസെഡ് ക്യൂബ് ഇൻറ്റു ഇസെഡ് മൈനസ് 1. ഇസെഡ് മൈനസ് 1 ക്യാൻസലായി പോയി. ഇസെഡിന് 1 കൊടുക്കുമ്പോൾ അതിൻ്റെ ആൻസർ എന്താ കിട്ടുന്നത്? 1 എന്നാണ് കിട്ടുന്നത്. രണ്ട് ആൻസർ നമുക്ക് കിട്ടിയല്ലോ. ദെയർഫോർ ഇൻ്റഗ്രൽ ഓവർ സി ഡി ഇസെഡ് ബൈ ഇസെഡ് ക്യൂബ് ഇൻറ്റു ഇസെഡ് മൈനസ് 1 ഇസ് ഈക്വൽ ടു 2πi ഇൻറ്റു സം ഓഫ് റെസിഡ്യൂ ഇൻസൈഡ് സി. ഒരെണ്ണം -1 ഒരെണ്ണം +1 ആണ്. അപ്പോഴേ 0 ആയി പോകും. സോ നോക്കിയാൽ 2πi ഇൻറ്റു -1 + 1 ഇസ് ഈക്വൽ ടു എന്തായിപ്പോൾ ആൻസർ 0 ആയി പോയി. നമുക്കൊരു ക്വസ്റ്റ്യൻ കൂടി ചെയ്യാവേ. ഇവാലുവേറ്റ് ഇൻ്റഗ്രൽ ഓവർ സി 3z² + 2 ബൈ z - 1 ഇൻറ്റു z² + 9 വേർ C is the circle modulus of z - 2 is equal to 2. ഓക്കെ, നമുക്ക് ആദ്യം എന്ത് ചെയ്യണം? പോൾ ഫൈൻഡ് ചെയ്യണം. അപ്പോൾ ഡിനോമിനേറ്ററിനെ 0ക്ക് ഇക്വേറ്റ് ചെയ്യാം. z - 1 ഇൻറ്റു z² + 9 ഇസ് ഈക്വൽ ടു 0. z - 1 = 0 എന്ന് ഇക്വേറ്റ് ചെയ്യുമ്പോൾ z = 1 എന്ന് കിട്ടി. അത് സിമ്പിൾ പോളാണ് അല്ലേ? എനിക്കൊന്നുകൂടി എടുത്ത് എഴുതാൻ പഠിച്ചിട്ടാണ് ഞാൻ എൻ്റെ താഴെ തന്നെ സിമ്പിൾ പോൾ എന്ന് എഴുതുന്നത്. ഓക്കെ, z² + 9 0ക്ക് ഇക്വേറ്റ് ചെയ്യുമ്പം അതിൻ്റെ പവർ നോക്കിക്കൊള്ളണേ. z² + 9 എന്ന് പറഞ്ഞാൽ 1 ആണ്. z² is equal to -9 എന്ന് കിട്ടുന്നുണ്ട്. z is equal to ± 3i എന്ന് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ പവറും എന്തായിരുന്നു? ഇതിൻ്റെ പവറും 1 ആയിരുന്നു. z² + 9ൻ്റെ പവർ 1 ആയിരുന്നു. സോ അതും എന്ത് തന്നെയാണ്? സിമ്പിൾ പോളാണ്. ശ്രദ്ധിച്ചു തന്നോ? z = 1 3i - 3i 3 പോളുണ്ട് നമ്മുടെ കയ്യിൽ. ഓരോ പോളും അകത്താണോ പുറത്താണോ നോക്കാം. സോ ഗിവൺ കർവ് എന്തായിരുന്നു? mod z - 2 is equal to 2 കൊടുക്കുവാണേ. വെൻ z is equal to 1 z = 1 ആകുമ്പം mod z - 2 എന്ന് പറയുന്നത് modulus of 1 - 2 എന്നാവും, which is equal to modulus of -1, that is root of -1² is equal to 1, that is less than 2. Therefore z = 1 lies inside C. ഞാനിങ്ങനെ പറഞ്ഞു പോവുകയാണ്. അപ്പം ഏതെങ്കിലും ഒരു സ്റ്റെപ്പ് മനസ്സിലായില്ലെങ്കിൽ ഒന്ന് നിർത്തി ഒന്നുകൂടെ പുറകിലോട്ട് പോയി ഒന്ന് കേട്ട് നോക്കണേ. ഞാൻ ഇസെഡിൻ്റെ സ്ഥാനത്ത് 1 കൊടുത്തു. പിന്നെ ആ സബ്സ്റ്റിറ്റ്യൂഷനൊന്നും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല, പെട്ടെന്ന് തീർക്കുക എന്നുള്ളത് കൊണ്ടാണ് ഞാൻ പറഞ്ഞു പോകുന്നത്. ഉള്ള സമയത്ത് ഞാനിത് ചെയ്ത് ഇടുന്നതാണേ. ഓക്കെ, അടുത്തത് വെൻ z ഈക്വൽ ടു 3i. ഇസെഡിന് 3i കൊടുക്കുമ്പോൾ മോഡുലസ് ഓഫ് z - 2 എന്ന് പറയുന്നത് മോഡുലസ് ഓഫ് 3i - 2 എന്നാവും. ഓക്കെ, അപ്പോൾ 3i - 2 എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് നമ്മൾ എഴുതുന്നത്? നമുക്കറിയാം മോഡുലസ് ഓഫ് x + iy എന്ന് പറഞ്ഞാൽ എന്താ? റൂട്ട് ഓഫ് x² + y². അപ്പോൾ ഇവിടുത്തെ റിയൽ പാർട്ടാണ് -2, ഇമാജിനറി പാർട്ടാണ് 3. സ്ക്വയർ ചെയ്യുമ്പോൾ iയുടെ കൂടെയുള്ള 3യുടെ സ്ക്വയർ 9 -2ൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് 4. സോ എന്താ കിട്ടുന്നത്? √13. √13 എന്ന് പറയുമ്പം തീർച്ചയായിട്ടും
എന്തുവാണ് √9 എന്ന് പറഞ്ഞാൽ 3 ആണ്. അപ്പോൾ √13 എന്താ 2-നേക്കാൾ ഉറപ്പായിട്ടും വലുതാണ്. അപ്പോൾ >2. Therefore z = 3i lies outside C. സന്തോഷം. എന്തുകൊണ്ടാണ്? നമുക്ക് ആ പോയിന്റിൽ റെസിഡ്യൂ ഫൈൻഡ് ചെയ്യേണ്ട. ഇൻസൈഡ് ആയിട്ടുള്ള ആളുകൾ മാത്രം കണ്ടുപിടിച്ചാൽ പോരെ. അപ്പോൾ അടുത്ത പോയിന്റിലും കൂടെ നോക്കാം. അടുത്ത പോയിന്റ് എന്തായാലും ഇതുപോലെ തന്നെ. എന്തുകൊണ്ട്? അടുത്ത പോയിന്റ് z = -3i ആണ്. അപ്പോൾ മോഡുലസ് ഓഫ് z - 2 എന്ന് പറയുന്നത് മോഡുലസ് ഓഫ് -3i - 2 എന്നാവും. ദാറ്റ് ഈസ് √3യുടെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 9 തന്നെയാണ്. -2ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു √13. ദാറ്റ് ഈസ് ഓൾസോ ഗ്രേറ്റർ ദാൻ 2. സോ z is equal to -3i ഓൾസോ ലൈസ് ഔട്ട്സൈഡ് C. അല്ലേ? അതും സിയുടെ പുറത്താണ്. നമുക്ക് പുറത്തുള്ള ആൾക്കാരെയൊന്നും ആവശ്യമേ ഇല്ല. നമുക്ക് ആരാണോ ഇൻസൈഡ് ആയിട്ടുള്ളത് ആ പോയിന്റ് മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. എന്തുകൊണ്ടാണ്? ആ പോയിന്റിൽ മാത്രം നമുക്ക് റെസിഡ്യൂ ഫൈൻഡ് ചെയ്താൽ മതി. ഇവിടെ എന്തുവാണ്? സിമ്പിൾ പോളാണ്. അപ്പം റെസിഡ്യൂ ഓഫ് f of z at z is equal to 1 is equal to limit z tends to 1 z minus 1 into f of z. ഇവിടുത്തെ f of z എന്ന് നോക്കിക്കേ. 3z² plus 2 by z minus 1 into z² plus 9. z minus 1 z minus 1 ക്യാൻസൽ ആയി പോയി. ബാക്കി എന്താ വരുന്നത്? z-ന് നമ്മൾ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ ഇത് 3 into 1. ഇത് 3 plus 2 വരും മുകളിൽ. ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിൽ 1 plus 9 അല്ലേ? 3 plus 2 എന്തുവാ? 5/10 which is equal to 1/2. Therefore integral over C 3z² plus 2 by z minus 2 into z² plus 9 is equal to 2 pi I into sum of residue inside C. ഞാൻ എന്തിനാ ഈ സ്റ്റെപ്പ് എപ്പോഴും എഴുതുന്നത്? അത് ഫോമുലയാണ്. കോഷീസ് റെസിഡ്യൂ തിയറമാണ് നമ്മൾ യൂസ് ചെയ്യണത്. അപ്പോൾ അതുകൊണ്ട് ആ ഫോമുല എഴുതിയിട്ട് മാത്രം എപ്പോഴും പ്രോബ്ലം ചെയ്യാം. ദാറ്റ് ഈസ് ഈക്വൽ ടു 2 pi I into 1/2. ആൻസർ എന്താ കിട്ടുന്നത്? നമുക്ക് pi I എന്ന് ആൻസർ കിട്ടി. ഓക്കെ, നമുക്കിനി ഇതിലിനിയും പ്രോബ്ലം ഉണ്ട്. എല്ലാ പ്രോബ്ലം ചെയ്യാം. അടുത്ത് ഞാൻ പറയാൻ പോകുന്നൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യനാണ്. നിങ്ങൾ യൂണിവേഴ്സിറ്റി എക്സാമിൽ പല ക്വസ്റ്റ്യനിലും കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും. അപ്പോൾ ക്വസ്റ്റ്യൻ എന്താണ്? ഇവാലുവേറ്റ് ഇൻ്റഗ്രൽ ഓവർ C tan z dz where C is mod z is equal to pi. പൈ എന്ന് പറഞ്ഞാൽ എന്താ? 3.14. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ ഇൻ്റഗ്രൽ ഓവർ C tan z. ഇതുവരെയുള്ള ക്വസ്റ്റ്യൻ്റെ എല്ലാം ഡിനോമിനേറ്ററിൽ എന്താ വന്നത്? ഡിനോമിനേറ്ററിൽ പോളിനോമിയലാണ് വന്നത്. z minus 1 into z minus 2 അല്ലെങ്കിൽ z² into z minus 1. ഡിനോമിനേറ്റർ 0ക്ക് ഇക്വേറ്റ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പോൾ ഫൈൻഡ് ചെയ്യാൻ പറ്റും. കണ്ടോ? എല്ലാം നമുക്ക് പോളിനോമിയലാണ് വന്നിരിക്കുന്നത്. പക്ഷേ ഇവിടെ tan z എന്നാണ് വന്നത്. അപ്പോൾ ഞാൻ ഫോമുല പറഞ്ഞത് ഓർക്കുന്നുണ്ടോ? tan z എന്ന് വന്നാൽ അതിന് ഉടനെ എന്ത് ചെയ്യാൻ പറഞ്ഞു? ഇൻ്റഗ്രൽ ഓവർ C sin z by cos z എന്ന് എഴുതുക. ഇതേപോലെ ഈ പ്രോബ്ലം tan z-ന് വരെ cot z-ഉം ചോദിക്കാറുണ്ട്. അപ്പം അത് വന്നാൽ ഇതുപോലെ എഴുതേണ്ട. sin z by cos z dz എന്ന് എഴുതണം. എന്നിട്ട് എന്താ? നമുക്ക് ആദ്യം ഇവിടെ എന്ത് ഫൈൻഡ് ചെയ്യണം? പോൾ ഫൈൻഡ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഡിനോമിനേറ്ററിന് 0ക്ക് ഇക്വേറ്റ് ചെയ്തു. എപ്പോഴാണ് കോസിൻ്റെ വാല്യൂ 0 ആവുന്നത്? cos 0 1 ആണ്. cos π/2 0 ആണ്. cos 3π/2 0 ആണ്. cos π/2 എന്തുവാണ്? 0. അതേപോലെ cos 3π/2 0 ആണ്. cos 5π/2 0 ആണ്. ഇതിൻ്റെയൊക്കെ മീനിങ് എന്താ? ഓഡ് നമ്പർ വരുമ്പോഴെല്ലാം 1 3 5 7 9 എന്നൊക്കെ പറയുന്നത് എന്താ? ഓഡ് നമ്പർ. അപ്പോൾ ഓഡ് നമ്പർ വരുമ്പോഴെല്ലാം കോസിൻ്റെ വാല്യൂ 0 ആണ്. അപ്പം ഓഡ് നമ്പർ എന്നുള്ളത് നമുക്ക് 2n+1 എന്ന് എഴുതാം. cos 2n plus 1 π/2 is equal to 0. അതിൻ്റെ അർത്ഥം എന്താ? ഇസഡിൻ്റെ എന്ത് വാല്യൂ കൊടുക്കാന്ന്? z is equal to 2n plus 1 π/2. ഇതാണ് ഇസഡിൻ്റെ വാല്യൂ. ഓക്കെ, ഈ 2n plus 1 π/2-ലെ n എന്ന് പറയുന്നത് 0 വരുമ്പോൾ π/2. അപ്പോൾ 0 ± 1 ± 2 ± 3 എന്ത് വേണേലും ആവാം. ഇതിൽ ഇനി ഏതൊക്കെ പോയിൻ്റാണ് കർവിനകത്തുള്ളതെന്ന് നമുക്ക് കണ്ടുപിടിക്കണം. n0 1 2 3 കൊടുക്കുമ്പോൾ ഏതൊക്കെ പോയിൻ്റ് ഉണ്ടെന്ന് നോക്കണ്ടേ? സോ വെൻ n equal to 0. n equal to 0 ആകുമ്പോൾ z എന്താവുകയാണ്? z is equal to 0 plus 1 എന്ന് പറയുമ്പോൾ 1 into π/2 is π/2 ആവുകയാണ്. അപ്പോൾ നമ്മുടെ ഗിവൺ കർവ് എന്ന് പറഞ്ഞാൽ മോഡുലസ് ഓഫ് z എന്ന് പറയുന്നത് മോഡുലസ് ഓഫ് π/2 ആണ്. മോഡുലസ് ഓഫ് π/2 എന്ന് പറഞ്ഞാൽ എന്താ? വിച്ച് ഈസ് ഈക്വൽ ടു √π/2 the whole square is equal to π/2 which is less than pi. Therefore z equal to π/2 lies inside C. തന്നിട്ടുള്ള കർവിനകത്താണ്. അതേപോലെ വെൻ n is equal to 1 കൊടുക്കുകയാണെങ്കിൽ എന്താ വരുന്നത്? 2 + 1 3 π/2 വരും അല്ലേ? z equal to 3 π/2 എന്നാണ് വരുന്നത്. അതിന് മോഡുസെറ്റിനകത്ത് കൊടുക്കുമ്പോൾ മോഡുസെറ്റ് is equal to മോഡുലസ് ഓഫ് 3 π/2 which is equal to 3 π/2 that is greater than pi. അപ്പോൾ z equal to
3π/2 ലൈസ് ഔട്ട്സൈഡ് സി. നമ്മളിവിടുന്ന് ഒരു കാര്യം മനസ്സിലാക്കുകയാണ്. 1 വന്നപ്പോഴേ ഔട്ട്സൈഡ് ആണെങ്കിൽ 2ഉം 3ഉം 4ഉം ഒക്കെ വരുമ്പോൾ എന്ത് തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത്? ഔട്ട്സൈഡാണ്. കാരണം >1 ഉള്ള എല്ലാ വാല്യൂം പുറത്തായിരിക്കത്തില്ലേ? കാരണം 2 കൊടുക്കുമ്പോൾ വരുന്നത് ഇവിടെ 5π/2 ആണ്. അതുപോലെ ഇനി അടുത്ത് 3 കൊടുക്കുമ്പോൾ നമുക്ക് വരാൻ പോകുന്നത് 7π/2. അപ്പോൾ ഇനി എന്ത് വാല്യൂ 1 പോസിറ്റീവായിട്ട് അങ്ങോട്ട് വന്നാൽ അതെല്ലാം ഔട്ട്സൈഡാണ്. ഇത് നമ്മൾ മനസ്സിൽ വെച്ചിരിക്കുന്നതാണ്. നമുക്ക് തീർന്നില്ല. +or-1 ഉണ്ട്. സോ -1 കൂടെ കൊടുത്തു നോക്കാം. n = -1 കൊടുക്കുമ്പം z is equal to -π/2. -1 കൊടുക്കുമ്പോൾ നോക്കി 2 × -1 -2. -2 + 1 എന്താ? -1. സോ -π/2. അപ്പം മോഡ് z എന്ന് പറഞ്ഞാൽ മോഡുലസ് ഓഫ് -π/2. മോഡുലസ് ഓഫ് -π/2 എന്തുവാണ്? π/2 തന്നെയാണ്. ദാറ്റ് ഈസ് ലെസ് ദാൻ π. സോ z is equal to -π/2 ലൈസ് ഇൻസൈഡ് സി. അപ്പോൾ നമുക്ക് 2 പോള്, ഈ 2 പോയിന്റ് നമുക്ക് പോളായിട്ട് കിട്ടിയിട്ടുണ്ട് ഇൻസൈഡായിട്ട്. ഇനി നമുക്ക് എന്തറിയാം? z equal to n is equal to 2, 3, 4 എല്ലാം വരുമ്പോൾ എന്തുവാണ്? നമ്മുടെ ഇസഡിൻ്റെ വാല്യൂസ് എല്ലാം ഈ വാല്യൂവിനെല്ലാം z എന്ന് പറയുന്നത് ലൈസ് ഔട്ട്സൈഡ് സി ആണ്. ഓക്കെ, അടുത്ത് നോക്കി വെറുതെ ഒന്ന് നമുക്ക് -2 കൂടെ കൊടുത്തു നോക്കാം. n is equal to -2 കൊടുക്കുവാണെങ്കിൽ z is equal to ഇവിടെ നോക്കിക്കേ -2. 2 × 2 -4. -4 + 1 എന്ന് പറഞ്ഞാൽ -3π/2. ഇവിടെ 3π/2 വന്നപ്പോൾ പുറത്താണെങ്കിൽ -3π/2 വരുമ്പോൾ എന്ത് തന്നെയാണ്? പുറത്താണ്. എഴുതാൻ വെറുതെ. മോഡ് z is equal to മോഡുലസ് ഓഫ് -3π/2 which is equal to 3π/2 which is greater than π. ഇനി അങ്ങോട്ട് എന്നിൻ്റെ വാല്യൂ -3 വന്നാലും -4 വന്നാലും എന്ത് വന്നാലും ലൈസ് ഔട്ട്സൈഡ് സി ആണ്. അപ്പോൾ ആരൊക്കെ മാത്രമേ ഇൻസൈഡ് ഉള്ളൂ? n = 0 ആകുമ്പം z = π/2 ഇൻസൈഡാണ്. z = -π/2 ഇൻസൈഡാണ്. ബാക്കിയെല്ലാം എന്തുവാണ്? ഔട്ട്സൈഡാണ്. ഓക്കെ, ദെയർഫോർ ഈ 2 പോയിന്റിൽ നമുക്ക് റെസിഡ്യൂ ഫൈൻഡ് ചെയ്യണം. അപ്പോഴാണ് റെസിഡ്യൂ ഫൈൻഡ് ചെയ്യാൻ ഞാനൊരു ഫോമുല പറഞ്ഞ് ഓർക്കുന്നുണ്ടോ? നമ്മുടെ ക്വസ്റ്റ്യനിലെ f(z) എന്ന് പറയുന്നത് ഡിനോമിനേറ്റർ പോളിനോമിയൽ അല്ലാതെ h(z/g(z) ഫോം വരുവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? ആ പോളിനെ ഡയറക്റ്റ് ആയിട്ട് ന്യൂമറേറ്ററിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ ഡിനോമിനേറ്റർ ഒന്ന് ഡിഫറൻഷ്യേറ്റ് ചെയ്തിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. സോ z is equal to π/2 നമ്മൾ ഫൈൻഡ് ചെയ്യണം. ഓക്കെ, നമ്മുടെ ക്വസ്റ്റ്യനിലെ f(z) എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? sin z/cos z. അപ്പോൾ അതിനെയാണ് നമ്മൾ h(z/g(z) എന്ന് വിളിക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ h(z) എന്ന് പറഞ്ഞാൽ എന്താണ്? sin z ആണ്. g(z) എന്ന് പറഞ്ഞാൽ എന്താ നിങ്ങളെ? ഡിനോമിനേറ്റർ cos z. നമുക്ക് ഫോമിലേക്ക് ആവശ്യം എന്തുവാണ്? g' ആണ്. അപ്പോൾ g' എന്ന് പറഞ്ഞാൽ -sin z. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫോമുല ഒന്ന് എഴുതി വയ്ക്കാം. റെസിഡ്യൂ ഓഫ് f(z) at z is equal to a is equal to h(a/g')(a). h(a) എന്ന് പറഞ്ഞാൽ എന്താ? sin z. നമുക്ക് എന്തെങ്കിലും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ആൻസറിലേക്ക് വരാം. ആൻസർ -1 ഡയറക്റ്റ് ആയിട്ട് എന്നതിന് പകരം ആദ്യത്തെ പോയിന്റ് റെസിഡ്യൂ ഓഫ് f(z) at z is equal to π/2 is equal to h(π/2/g')(π/2). ഓക്കെ, h(π/2) എന്ന് പറഞ്ഞാൽ sin π/2 -sin π/2. sin π/2 ക്യാൻസൽ ആവുന്നില്ലേ? സോ ആൻസർ എന്താ? -1. അടുത്ത റെസിഡ്യൂ ഓഫ് f(z) at z is equal to -π/2 വരുമ്പോഴും h(-π/2)(g')(-π/2). That is equal to sin of -π/2 sin of -π/2. sin of -θ sin θ ആണ്. അപ്പം മുകളിൽ -sin θയും താഴത്തെ എന്തുവാ -sin θയും കൂടെ നമുക്ക് എന്തായി പോവും? വിച്ച് ഈസ് ഈക്വൽ ടു -1 എന്ന് തന്നെ ആൻസർ കിട്ടും. ഓക്കെ, ഇനി നോക്കിക്കേ. therefore by Cauchy's residue theorem integral over c tan z dz is equal to 2πi into sum of the residue inside c അല്ലേ? that is 2πi into -1 that is equal to -4πi എന്ന് ആൻസർ കിട്ടി. ഇതേപോലെ നിങ്ങൾ ഇനി ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കണം. അത് ഇതാണ്. integral over c cot z dz. integral over c cot z dz where mod z is equal to π. അപ്പോൾ cot z നിങ്ങൾ എന്താ എഴുതുക? cos z by sin z എന്ന് എഴുതാം. അപ്പോൾ ഇവിടെ 0ക്ക് ഇക്വേറ്റ് ചെയ്യുമ്പോൾ sin z ആണ് 0. സൈനിൻ്റെ വാല്യൂ എപ്പോഴൊക്കെ 0 ആവുന്നത്? sin nπ വരുമ്പോഴാണ് 0 ആവുന്നത്. ഓക്കെ, n ഈവനോ ഓടോ എന്തോ ആയിക്കോട്ടെ, എന്നിൻ്റെ വാല്യൂ 0 മുതൽ sin 0 ആണ്. അപ്പോൾ 0 മുതൽ +or -1 +or -2 +or -3 എന്ത് വേണമെങ്കിലും വരാം. സോ ഈ പ്രോബ്ലം നിങ്ങളൊന്ന് തനിയെ ചെയ്ത് നോക്കുക. ഇത് യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ് ഈ 2 ക്വസ്റ്റ്യനും. ഓക്കെ,
നെക്സ്റ്റ് പ്രോബ്ലം ഞാനിവിടെ എഴുതിപ്പോയി, പക്ഷേ ഞാൻ റെക്കോർഡിംഗ് ഓൺ ചെയ്യാൻ മറന്നു. അതുകൊണ്ട് തന്നെ വീണ്ടും ഒരിക്കൽ കൂടെ എഴുതാൻ ടൈമില്ല എനിക്ക്. ഞാൻ ആ പ്രോബ്ലം ഒന്ന് പറയുവാണ്. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ഇവാലുവേറ്റ് എന്ന് പറഞ്ഞിട്ട് ഇൻറ്റഗ്രൽ ഓവർ സി ഇസഡ് റൈസ് ടു 4 ഇൻറ്റു ഇ റൈസ് ടു 1/z dz എന്ന ക്വസ്റ്റ്യനിലുള്ളത്. വേർ സി ഈസ് മോഡ് ഇസഡ് ഈക്വൽ ടു 1. കോഷീസ് ഇൻറ്റഗ്രൽ അല്ലെങ്കിൽ കോഷീസ് റെസിഡ്യൂ തിയറി യൂസ് ചെയ്യുന്നത്. കോഷീസ് ഇൻറ്റഗ്രൽ തിയറി യൂസ് ചെയ്യില്ല, കാരണം ഡിനോമിനേറ്റർ ഇല്ല. ബട്ട് കോഷീസ് റെസിഡ്യൂ തിയറി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. കാരണം റെസിഡ്യൂ കണ്ടുപിടിക്കാൻ നമുക്ക് ഇങ്ങനെ ഒരു ഫോർമുല ഉണ്ട്. റെസിഡ്യൂ ഓഫ് എഫ് ഓഫ് ഇസഡ് ഇസ് ഈക്വൽ ടു കോയിഫിഷ്യൻറ്റ് ഓഫ് 1/z എന്നൊരു ഫോർമുല ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ എക്സ്പാൻഡ് ചെയ്തതിന് ശേഷം. ഇന്ന് ആ ഫോർമുലയുടെ കൂട്ടത്തിൽ ഞാൻ പറഞ്ഞു. അപ്പോൾ ഇത് ആ കേസിൽ നമുക്ക് ചെയ്യേണ്ട പ്രോബ്ലമാണ്. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെ ചെയ്യണമെന്ന് നമുക്ക് നോക്കാം. നമുക്ക് ആദ്യം എഫ് ഓഫ് ഇസഡ് ഈക്വൽ ടു ഇസഡ് ഇൻറ്റു ഇ റൈസ് ടു 1/z ഇ റൈസ് ടു എക്സ് ഉണ്ട്, ഇ റൈസ് ടു 1/z അല്ലേ. അപ്പോൾ ഇ റൈസ് ടു എക്സ് എന്ന് പറഞ്ഞാൽ 1 + x/1 ഫാക്ടോറിയൽ പ്ലസ് x² 2 ഫാക്ടോറിയൽ പ്ലസ് x³ 3 ഫാക്ടോറിയൽ എന്നുള്ള ഫോമിൽ നമുക്ക് എഴുതാം. അപ്പോൾ അതേപോലെ ഇ റൈസ് ടു 1/z എക്സ്പാൻഡ് ചെയ്ത് എഴുതുമ്പോൾ 1 + 1/z/1 ഫാക്ടോറിയൽ പ്ലസ് 1/z the whole square by 2 ഫാക്ടോറിയൽ പ്ലസ് 1/z the whole cube by 3 ഫാക്ടോറിയൽ പ്ലസ് 1/z the whole raised to 4/4 ഫാക്ടോറിയൽ പ്ലസ് 1/z the whole raised to 5/5 ഫാക്ടോറിയൽ പ്ലസ് എക്സെട്ര എന്ന് എഴുതുന്നു. ഇനി z raised to 4 അകത്തേക്ക് വരുമ്പം ഫസ്റ്റ് ടേമിൻ്റെ കൂടെ വരുമ്പോൾ z raised to 4, അടുത്ത ടേമിൽ വരുമ്പോൾ z raised to 4 1/z ക്യാൻസൽ ആയിട്ട് ബാക്കി z³ 1 ഫാക്ടോറിയൽ 1 ആണേ. അതിൻ്റെ അടുത്ത ടേമിലേക്ക് വരുമ്പോൾ z raised to 4 z² പോയിട്ട് ബാക്കി z² 2 ഫാക്ടോറിയലിനെയാണ് നമ്മളിവിടെ 2 എന്ന് എഴുതിയിരിക്കുന്നത്. അടുത്ത z raised to 4 × 1/z³ എന്ന് പറയുമ്പോൾ z³ z raised to 4 കൂടെ ക്യാൻസൽ ആയി പോയിട്ട് z/3 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 6 ആണ്. പ്ലസ് അടുത്ത് നോക്കി z raised to 4 × z raised to 4 1/z raised to 4 രണ്ടും ക്യാൻസൽ ആയി പോകും, ബാക്കി ഇവിടെ 1 ഉള്ളൂ. അടുത്താണെങ്കിൽ z raised to 4 1/z raised to 5 ക്യാൻസൽ ആയി പോകുമ്പോൾ ബാക്കി ഇവിടെ ഒരു 1/z ഉണ്ട്. സോ 1/z/5 ഫാക്ടോറിയൽ. 5 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ എന്താണ്? 1 × 2 × 3 × 4 × 5 ആണ്. അപ്പോൾ 24 നോക്കി 24 × 5 എന്ന് പറയുമ്പോഴേക്കും അത് 120 ആവുന്നുണ്ട്. ഓക്കെ, അടുത്താണെങ്കിൽ പ്ലസ് ഇനി അടുത്ത് വേണമെങ്കിൽ ഒരു ടേം കൂടെ ഉണ്ടെന്ന് വിചാരിക്കും. അപ്പോൾ എങ്ങനെയാണ് വരിക? z raised to 4 × 1/z raised to 6 ആണ് വരിക. അപ്പോൾ z raised to 4 6 raised to 6 പോകുമ്പോൾ ഇവിടെ z² ആണ് വരിക. സോ 1/z² the whole by 6 ഫാക്ടോറിയൽ. 6 ഫാക്ടോറിയൽ എന്ന് പറയുമ്പം 720 പ്ലസ് എക്സെട്ര. അപ്പോൾ നോക്കിക്കേ, റെസിഡ്യൂ ഓഫ് എഫ് ഓഫ് z at z is equal to 0 is equal to coefficient of 1/z. 1/z കോയിഫിഷ്യൻ്റ് ഇവിടെ 1/z കണ്ടോ, ഇതേ എളുപ്പമുണ്ട്. 1/z × 1/z the whole by 120. അപ്പോൾ ഇതിൻ്റെ കോയിഫിഷ്യൻ്റ് എന്ന് പറഞ്ഞാൽ 1/120 ആണ് കോയിഫിഷ്യൻ്റ്. സോ ദിസ് ഇസ് ഈക്വൽ ടു 1/120. Therefore, integral over c z raised to 4 × e raised to 1/z dz is equal to 2πi into sum of the residues inside C അല്ലേ. That is equal to 2πi into sum of the residue എന്ന് പറഞ്ഞാൽ 1/120. That is equal to πi/60. അപ്പോഴേ ഇവിടെ ഇൻസൈഡ് സി ടീച്ചർ ചെക്ക് ചെയ്തില്ലെന്നാണ് ആലോചിക്കുന്നത്. ഞാൻ 1/z അല്ലേ ഇവിടെ ചൂസ് ചെയ്തത്, 1/z കോയിഫിഷ്യൻ. അവിടെ z എന്ന് പറയുന്ന പോൾ എന്ന് പറയുന്ന ഇയാളാണ്. അപ്പോൾ ഇവിടെ z എന്ന് പറയുന്നത് എന്താ, ഒരാളേ ഉള്ളൂ. z = 0 എന്നാണ് പറയുന്നത്. അതാണ് ഞാൻ z = 0. മോഡ് z = 1 അകത്തുള്ള പോയിൻ്റാണ്. സോ അത് തന്നെ എടുക്കേണ്ട. ഇത് ഒരു ക്വസ്റ്റ്യൻ. ഇനി ഒരു ക്വസ്റ്റ്യൻ കൂടി എനിക്ക് ചെയ്യാൻ ടൈമില്ല, പക്ഷെ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് ഞാൻ പറയാം. ഇൻറ്റഗ്രൽ ഓവർ c z × cos 1/z. കോസിൻ്റെ ഡെറിവേറ്റീവ് എങ്ങനെ എക്സ്പാൻഡ് ചെയ്യുക? cos z is equal to 1 minus z² by 2 factorial plus z raised to 4/4 factorial minus z raised to 5/6 factorial minus z raised to 6/6 factorial plus etc. എന്നാണ് പറഞ്ഞത്. ഇത് നിങ്ങളിത് തനിയെ ചെയ്ത് നോക്കുക. കോയിഫിഷ്യൻ്റ് ഓഫ് 1/z എന്ന് പറഞ്ഞ് ഇക്വേറ്റ് ചെയ്യണം. എനിക്ക് തോന്നുന്നു ഇവിടുത്തെ കോയിഫിഷ്യൻ്റ് ഓഫ് 1/z 1/2 എന്ന് എന്തോ വന്നതായിട്ടാണ് എനിക്ക് ഓർമ്മ. അപ്പം ഈ പ്രോബ്ലം ഒന്ന് ചെയ്ത് നോക്കുക. ഇതുപോലെ z × sin 1/z എന്നോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിക്കാം. നമ്മൾ ഇവിടെ വേർ c ഈസ് മോഡ് z = 1 എന്ന് തന്നെ തന്നിരിക്കുന്നത് കേട്ടോ. ഇങ്ങനെ എന്ത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും നമ്മൾ ഇതേപോലെ എക്സ്പാൻഡ് ചെയ്തിട്ട് വേണമെങ്കിലും നമുക്ക് റെസിഡ്യൂ എന്ന് പറയുന്നത് കോയിഫിഷ്യൻ്റ് ഓഫ് 1/z എന്നുള്ള ഫോമിൽ നമുക്ക് ഫൈൻഡ് ചെയ്യാൻ പറ്റും.